വർഷത്തേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അഡ്മിഷനൊക്കെ ഓൾറെഡി എടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ രചന പറയേണ്ട മോനെ നാളെയാണ് ക്ലാസ് തുറക്കുന്നത്, ഇന്ന് പോയിട്ട് ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആകാശിനെയും അതുപോലെ തന്നെ നമ്മുടെ രചന ആകാശിനെയും അതുപോലെ തന്നെ നമ്മുടെ ആദിനെയും കൂട്ടിക്കൊണ്ടിട്ട് സ്കൂളിലേക്ക് പോകട്ടോ. അതേ ദിവസം തന്നെ ഇഷിതേനെ അന്വേഷിച്ചിട്ട് അഷിത സൂരജിനെയും കൂട്ടിക്കൊണ്ട് ഫ്ലാറ്റിലേക്ക് വരുവാണ്. ആ ചേച്ചി വാ, സൂരജ് വാടാ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ ചിപ്പി വരുന്നുണ്ട്. ഹായ് സൂരജേട്ടാന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര കളിയും ചിരി തമാശയ്ക്കാട്ടോ. അഷിത പറയുന്നുണ്ട്, അതെ സൂരജിനെ ഇവിടുത്തെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഏത് സ്കൂളിൽ? ചിപ്പി പഠിക്കുന്ന അതേ സ്കൂളിൽ. ആഹാ, അത് കൊള്ളാലും. ചിപ്പിക്ക് അത് ഭയങ്കര സന്തോഷമാവും എന്ന് പറയാണ്. അല്ല ഏത് സ്റ്റാൻഡേർഡിലാണ് ചോദിക്കുമ്പോഴേക്കും അത് അറിയാലോ നിനക്ക്, അവൻ 4th സ്റ്റാൻഡേർഡിലാണ് എന്ന് പറയാണ്. ആ അതെന്താ നന്നായി, ചിപ്പി ഇപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും 3rd സ്റ്റാൻഡേർഡിലാണ് എന്ന് പറയാണ്. എന്തായാലും അഡ്മിഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്നലെ ബുക്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോണത്. പിന്നെ എന്തോ അഡ്മിഷൻ എന്തോ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ആ പറഞ്ഞായിരുന്നു, ഞാനും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. മഹേഷും ഉണ്ടെന്ന് പറയാണ്. ആഹാ എന്നാൽ നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് ഇഷിത പറയുന്നുണ്ട്. ആ ആയിക്കോട്ടെ. മഹേഷ് വരുന്നുണ്ട്. ആ അശ്വതേച്ചി ഞങ്ങൾ കാരണം ചേച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായല്ലേ, അതൊന്നും കുഴപ്പമില്ലെന്നേ എന്ന് പറയാണ്. ആ എന്തായാലും അഷിത ചേച്ചിയും കൂടി വാ, സൂരജിന് അഡ്മിഷൻ അവിടേക്ക് എടുക്കേണ്ടതല്ലേ, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയണം. അങ്ങനെ അഷിതയും ഇഷിതയും സൂരജും അതുപോലെ തന്നെ ചിപ്പിയും അതുപോലെ മഹേഷും കൂട്ട് വണ്ടിയിൽ അങ്ങോട്ട് പോകാട്ടോ. അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയം തന്നെയാണ് രചന നമ്മുടെ ആദിനെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് ഇറങ്ങുന്നത്. ആദ്യം ഇവരെ കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോവാട്ടോ. ചിപ്പിയാണെങ്കിൽ ആദ്യം ദേഷ്യത്തോടു കൂടി തന്നെ നോക്കണത്. രചന ഹാ മോളെ എന്ന് പറഞ്ഞിട്ട് ചിപ്പിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞിട്ട് ചിപ്പിയാണെങ്കിൽ രചനനെ പിടിച്ച് തള്ളുവാട്ടോ. അതിനുശേഷം നമ്മുടെ സ്റ്റാഫ് റൂമിലേക്ക് എത്തുവാണ്. അപ്പൊ സൂരജിന്റെ മഹേശ്വരേട്ടൻ വരുമെന്ന് മഹേഷ് ചോദിക്കുമ്പോ ഇല്ല മഹേശ്വരേട്ടൻ വരത്തില്ല, പിണക്കത്തിലാണെന്ന് മഹേഷിന് അറിയാലോ, അതൊന്നും സാരില്ലെന്ന് പറയാണ്. സാരില്ല, ഞാൻ ഇവിടെ സൂരജിന്റെ കൂടെ ഞാൻ വന്നോളാം എന്ന് പറയുന്നുണ്ട് മഹേഷ്. ആ സമയത്ത് രചന അങ്ങോട്ടേക്ക് വരുവാണ്. ആഹാ സൂരജിന്റെ കൂടെ അതുപോലെ ചിപ്പിയുടെ കൂടെ ഒക്കെ മഹേഷ് പോയി നിൽക്കാണല്ലേ, സ്വന്തം മകനായിട്ടുള്ള ആദ്യം ഇവിടെ ഉണ്ട്, പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രചന പറയുന്നുണ്ട്. ആ മഹേഷ് ദേ ആദ്യക്ക് ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയാണ്. മഹേഷ് ഒന്നും മിണ്ടുന്നില്ല. ശേഷം മഹേഷിനോട് പറയേണ്ടത് ആദ്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റിലേക്ക് അച്ഛന്റെ പേര് ഇപ്പോഴും മഹേഷ് തന്നെയാണ്. അതുകൊണ്ട് മഹേഷ് എന്നത് വളരെ നന്നായി. ആദ്യക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തായാലും അവന്റെ പപ്പ കൂടെ വേണമല്ലോ എന്ന് ബഡ് രചന നമ്മുടെ ആദ്യനെ നോക്കണം. അപ്പൊ ആദ്യക്ക് കാര്യം മനസ്സിലായി. മഹേഷിനെ അങ്ങോട്ടേക്ക് വിളിക്കാനുള്ള അടവാണ് രചനയുടെന്ന്. പെട്ടെന്ന് തന്നെ ആദ്യം പറഞ്ഞിട്ട് അതെ അതെ എനിക്ക് പപ്പ എന്തായാലും കൂടെ തന്നെ വേണം, അല്ലെങ്കിൽ ഹെഡ് മിസ്റ്റർ ചോദിക്കും പപ്പ എവിടെയെന്ന്, അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷിനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കാരണം ആദ്യമാണല്ലോ പിടിച്ചു വലിക്കണത്. അതുകൊണ്ട് മഹേഷ് ഇങ്ങനെ തന്നെ നിൽക്കണം. അപ്പൊ രചനയുടെ ആ ഒരു വിജയിച്ച പോലെ നമ്മുടെ ഇഷിതനെ നോക്കി ഒന്ന് ജയിച്ച പോലെ ആക്കിയ പോലെ ചിരിക്കാട്ടോ. ശേഷം മഹേഷിനെ വലിച്ചുകൊണ്ട് ആദ്യം അതുപോലെ തന്നെ രചനയും കൂടി ഹെഡ് മിസ്റ്റർ റൂമിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ്. ഇറങ്ങി കഴിയുമ്പോഴേക്കും മഹേഷ് പറയേണ്ട ഇഷിത നമുക്ക് ചിപ്പിനെ സൂരജിനെയും കൊണ്ട് ഹെഡ് മിസ്റ്റർ റൂമിലേക്ക് ഒരുമിച്ച് കയറാന്ന് പറയട്ടെ. അങ്ങനെ ചിപ്പിക്കും സൂരജിനും ഒരേ സമയം അഡ്മിഷൻ എടുക്കാണ് അവിടേക്ക്. അങ്ങനെ അതിനുശേഷം അവരവിടെ പോകുക കേട്ടോ. പോണ സമയത്ത് നമ്മുടെ ആദ്യ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോണ സമയത്ത് ഇഷിത ആദ്യനെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം, എന്തൊക്കെ പറയുന്നത് തന്റെ മകനായിട്ട് കുറച്ച് നാൾ ജീവിച്ചതല്ല ആദ്യം, അതുകൊണ്ട് ഇഷിത ആദ്യനെ പുറകിലേക്ക് ഓടിപ്പോവാണ്. എന്നിട്ട് ആദിനെ ജസ്റ്റ് ഒന്ന് വിളിക്കുന്നുണ്ട്. മോനെ ഇഷാദി എന്ന് പറഞ്ഞ് വിളിക്കാണ്. ആദിക്ക് ആ പേരും ആ വീഡിയോയും എവിടെ കേട്ട പോലെ തോന്നുവാണ്. ആദ്യ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാണ്. ഇഷിതനെ കാണുമ്പോൾ ആദിക്ക് എന്തൊക്കെയോ ഒരു ഓർമ്മ പോലെ തോന്നുവാട്ടോ. ഇഷാദ്, മോനെ ഇഷാദ്, ഡോക്ടർ ഇഷിത ഇതൊക്കെ എവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ രചന വരുന്നുണ്ട്. അതെ മോനെ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക, വാ അകത്ത് കയറുന്നു പറഞ്ഞിട്ട് നമ്മൾ ആദിനെ കൂട്ടിക്കൊണ്ട് കാറിന് തിരിച്ചു പോകാട്ടോ വീട്ടിലേക്ക്. തിരിച്ചു പോണ വഴിയിലെല്ലാം തന്നെ ആദ്യം അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഈ ഇഷാദ് ആരാണ് എന്ന് രചനയോട് ചോദിക്കുമ്പോൾ ഇഷാദാ അതാരാ എനിക്കറിയില്ല, മോന്റെ വരെ ഫ്രണ്ട്സും ആണോ എനിക്കറിയില്ല അമ്മേ, ആ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. മോനെ ഇഷിത ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുണ്ട് അമ്മേ, മോന്റെ ഒരു തോന്നല അതൊക്കെ, ചിലപ്പോ മോന്റെ സ്കൂളിലെ വരെ കുട്ടിയുടെ പേരായിരിക്കും ഇഷാദ് എന്ന്, ചിലപ്പോ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അത് വിടുവാണ്. പക്ഷെ അതിന്റെ മനസ്സിൽ ചെറിയൊരു ഓർമ്മയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സ്കൂൾ തുറന്നു. എല്ലാവരും സ്കൂൾ തുറന്നതിന് ശേഷം സ്കൂളിലേക്ക് വരുവാണ്. ആദ്യം അപ്പൊ തന്നെ അവിടെ വലിയൊരു ഗ്യാങ് ഒക്കെ ഉണ്ടാക്കി കേട്ടോ. കുറച്ച് അതിൽ അതേ സ്വഭാവമുള്ള തല്ലിപ്പൊളി പിള്ളേരായിട്ടാണ് ആദ്യം ഗ്യാങ് കൂടിയിരിക്കുന്നത്. മൊത്തം ഒരു 4 പേരുണ്ട്. ആ 4 പേരും കൂടിയിട്ട് നമ്മൾ പറയുന്നുണ്ട് ആദ്യം അതെ ഞാനാണ് നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ പിള്ളേര് ഡൺ, നിങ്ങൾ തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പ് ലീഡർ എന്ന് പറഞ്ഞിട്ട് അതിനെ പൊക്കി എടുത്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് സൂരജ് അതിനെ കൂടി പോകുമ്പോഴേക്കും ആദ്യം വിളിക്കാണ്, എടാ ചെറുക്ക നീ ഇങ്ങോട്ട് വന്നേടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സൂരജ് നമ്മുടെ ആദ്യം അടുത്തേക്ക് പോകണം. സൂരജിനാണെങ്കിൽ ആദ്യം വല്ലാത്ത പേടിയാണ് കേട്ടോ, കാരണം അതിനെ കാണുമ്പോൾ തന്നെ പേടിയാവുമല്ലോ. അങ്ങനെ സൂരജ് എന്താ ചേട്ടാന്ന് ചോദിക്കുകയാണ്. ചേട്ടനോ, ഞാൻ ഇങ്ങനെ നിന്റെ ചേട്ടനാവണത്, അതെ എന്റെ അനിയത്തിയാ ചിപ്പി, നീ ചിപ്പിയായിട്ട് കൂട്ടുകൂടുന്നത് എനിക്ക് ഇഷ്ടമല്ല
ഇഷ്ടമല്ല, നീ ചിപ്പിയായിട്ട് കൂട്ടുകൂടണ്ട എന്ന് പറയാണ്. ചിപ്പി എന്റെയും അനിയത്തിയാണ് എന്ന് സൂരജ് പറയുമ്പോൾ ഏത് വകയിലാണ് നിന്റെ അനിയത്തി ആവണത് എന്ന് പറയാണ്. എന്റെ സ്വന്തം അനിയത്തിയാ ചിപ്പി എന്ന് പറയുന്നുണ്ട്. അത് എന്റെയും അനിയത്തി തന്നെയാന്ന് പറയുമ്പോൾ മേലാൽ അവരുടെ കൂടെ കൂട്ടുകൂടാൻ നിൽക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല, നീയായി നിന്റെ പാടായി, ഇനി അവളുടെ കൂടെ അങ്ങനെ നിന്നെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ മൂക്കിടിച്ച് ഞാൻ പരുത്തും എന്നൊക്കെ ആദ്യം പറയാണ്. സൂരജിനാണെങ്കിൽ ആകെ വിഷമം പോകുന്നുണ്ട് കേട്ടോ. സൂരജ് തലയും കൊമ്പിട്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് കേട്ടുകൊണ്ട് നമ്മുടെ ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ചിപ്പിയുടെ കൂടെ നമ്മുടെ കൂട്ടുകാരിയുണ്ട്. അങ്ങനെ അവരെന്നോട് വന്നിട്ട് നമ്മുടെ ആദ്യം പറയട്ടെ, അതെ നിങ്ങൾ എന്റെ ചേട്ടനൊന്നും അല്ല, എന്റെ ചേട്ടനെ സൂര്യചേട്ടനാണ്, നിങ്ങൾ എന്നെ ഒരിക്കലും ചേട്ടനായിട്ട് കാണത്തുമില്ല എന്ന് പറയണം. ആദ്യക്കാണെങ്കിൽ ആകെ നാണക്കേട് പോലെ തോന്നും കേട്ടോ. ഫ്രണ്ട്സിന്റെ മുമ്പിൽ അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും സൂരജിനോട് നമ്മുടെ ചിപ്പി പറയണ്ട്, അതെ ഇയാളെന്തിനും പറഞ്ഞാലേ സൂര്യചേട്ടൻ മൈൻഡ് പോലും ചെയ്യണ്ട കേട്ടോ, ഇയാളെ ബാഡ് ചേട്ടന്, എന്റെ ചേട്ടനെന്നല്ല, എനിക്ക് ഇഷ്ടമല്ലേ ഇയാളെ, എപ്പോഴും ഇഷിതാമ്മേനെ കുറ്റം പറയലും ഇഷിതാമ്മനെ നോവിക്കലുമാ ഇയാളുടെ പണി, എന്റെ ചേട്ടനല്ല, എന്റെ ചേട്ടൻ സൂര്യചേട്ടനാ, വാ സൂര്യചേട്ടൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ആദ്യയുടെ മുമ്പിൽ നമ്മുടെ സൂരജിനെ കയ്യും പിടിച്ചോണ്ട് ചിപ്പി മാസായിട്ട് നടന്നു പോവാട്ടോ. ആദ്യക്കാണെങ്കിൽ ദേഷ്യം വരുവാണ്, നിനക്ക് വെച്ചിട്ടുണ്ട് സൂരജെ, ഒരു സമയത്ത് നിന്റെ കയ്യിൽ കിട്ടും, അപ്പൊ ഞാൻ നിനക്കുള്ള പണി തന്നോളാം എന്നൊക്കെ ആദ്യം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാട്ടോ. അങ്ങനെ ആദ്യ സൂരജിനെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ നമ്മുടെ ചിപ്പി വന്ന് ഇടപെടുന്നൊക്കെ കേട്ടോ. പക്ഷെ ചിപ്പി ഇല്ലാത്തൊരു സമയത്ത് സൂരജിന് നല്ലൊരു വീക്കോന്നാണ് തോന്നുന്നത്. ആദ്യം അത്രയ്ക്ക് ദേഷ്യമുണ്ട് സൂരജിനോട്, വേറൊന്നുമല്ല ചിപ്പിയുടെ കൂടെ നടക്കുന്നത് കൊണ്ടും. പിന്നെ ഈ സൂരജ് എന്ന് പറയുന്നത് ഇഷിതയുടെ ചേച്ചിയുടെ മകനാണല്ലോ, അപ്പൊ ഇഷിതനെ കണ്ടെടുത്താൽ കണ്ടുവിടും ആദ്യക്ക്. ഇഷിതയുടെ ചേച്ചിയുടെ മകൻ എന്ന് പറയുമ്പോൾ അതിനെക്കാളും ദേഷ്യമായിരിക്കും. അങ്ങനെയൊക്കെയാണ് ആദ്യയുടെ സ്വഭാവം. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോണത്. അതിന്റെ കൂടെ നമ്മുടെ ആദിക്ക് ഇടയ്ക്കിടയ്ക്ക് ചില സ്വപ്നങ്ങളിലൊക്കെ ഇഷിതേനെ ഓർമ്മ വരുന്നുണ്ട്. ഇഷിത തന്റെ കൂടെ നിക്കണതൊക്കെ ഓർമ്മ വരുന്നുണ്ട് ആദിക്ക്. പക്ഷെ ഇത് എവിടെ വെച്ചിട്ടാണെന്നും എപ്പോഴാണെന്നൊന്നും ആദിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇഷിത വിചാരിക്കണം, അവന് ചെറുതായിട്ട് ഓർമ്മ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ ഇഷാദ് എന്ന് വിളിക്കുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവൻ എവിടെയൊക്കെയോ ആ ഓർമ്മകൾ തങ്ങി നിൽക്കുന്നുണ്ടെന്നാണ്. ആ ഓർമ്മകൾ അവന്റെ ഉള്ളിൽ നിന്ന് പൊടി തട്ടിയെടുക്കണം. അങ്ങനെ അവൻ എനിക്ക് സ്വന്തമാക്കണം. അവൻ നല്ലൊരു കുട്ടിയാക്കി വളർത്തണം. രചന അവനെ വഷളാക്കി വെച്ചിരിക്കുക. അവൻ തീർച്ചയായിട്ടും നല്ല കുട്ടിയാകും, ചിപ്പിനെ പോലെ തന്നെ മിടുക്കനാവും അവനും. അതുകൊണ്ട് എന്തായാലും എനിക്ക് എന്റെ ആദീനെ വേണം, എന്റെ ഇഷാദ അവൻ എന്നൊക്കെ നമ്മുടെ ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ഇഷിത ആദീനെ സ്വന്തമാക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കാവുന്ന ഭാഗങ്ങളാട്ടോ